ആകാശത്ത് അമേരിക്കയുടെ അധിനിവേശത്തിന്റെ നട്ടെല്ല് തകരുകയാണ്. KC-135 അപ്രതീക്ഷിതമാകുമ്പോൾ വിറയ്ക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിന്റെ ഉഷ്ണവായുവിലേക്ക് പടരുന്നത് ഒരു സാധാരണ മേഘങ്ങളല്ല, മറിച്ചൊരു വലിയൊരു യുദ്ധത്തിന്റെ കനലുകളാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ആകാശത്തിന് നടുവിൽ വെച്ച് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ ആഗോള അധിനിവേശങ്ങളുടെ ലൈഫ് ലൈൻ എന്ന വിശേഷിക്കപ്പെടുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കർ പേർഷ്യൻ ഗൾഫിന് മുകളിൽ അപ്രതീക്ഷിതമായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അമേരിക്കയെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വെറും ഒരു യുദ്ധവിമാനമല്ല ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇതൊരു സാങ്കേതിക വിദ്യയുടെ പരാജയവുമല്ല, മറിച്ച് തങ്ങളുടെ മണ്ണിലും വിണ്ണിലും ആധിപത്യം ഉറപ്പിക്കാൻ വരുന്ന ഏതൊരു വമ്പനെയും മുട്ടുകുത്തിക്കാനുള്ള ഇറാന്റെ കരുത്താർന്ന താക്കീതാണ്. ഖത്തറിന് മുകളിൽ വെച്ച് 7700 എന്ന എമർജൻസി കോഡ് പുറപ്പെടുവിപ്പിച്ച ആകാശ ഭീമൻ എങ്ങോട്ടാണ് മറഞ്ഞത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയുടെ അധിനിവേശ മോഹങ്ങൾക്ക് മുകളിൽ ഇറാൻ വിരിച്ച ഒരു റഡാർ വലയത്തിന്റെ വിജയം ഇവിടെ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഒരു KC-135 വിമാനം തകർന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമാകുന്നത്? അമേരിക്ക ഇത് എത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ട്? ഇത്തരം കാര്യങ്ങളാണ് യാതൊരു തരത്തിലുള്ള രീതിയിലും ഒരു പിടികിട്ടാതെ ഇരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഇതില്ലാതെ അമേരിക്കയ്ക്ക് ലോകം കീഴടക്കാൻ കഴിയില്ല എന്നതാണ്. അതായത് ഒരു യുദ്ധവിമാനം അതിന്റെ ഇന്ധന ടാങ്ക് നിറച്ച് പറന്നുയർന്നാൽ നിശ്ചിത ദൂരം മാത്രമേ അതിന് സഞ്ചരിക്കാൻ കഴിയൂ. എന്നാൽ KC-135 ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം കൈമാറുന്നുണ്ട്. അതായത് അമേരിക്കയിൽ നിന്ന് പറന്നുയരുന്ന ഒരു ബോംബർ വിമാനത്തിന് ലോകത്തിന്റെ ഏത് കോണിലും ബോംബിട്ട് തിരിച്ചു പോകാൻ സഹായിക്കുന്നതാണ് ഈ ഒരു വിമാനം എന്ന് പറയുന്നത്, ഈ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ 60 വർഷമായിട്ട് അമേരിക്ക എവിടെയൊക്കെയോ കടന്നു കയറിയിട്ടുണ്ടോ അതൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വിയറ്റ്നാമിലാകട്ടെ, ഇറാഖിലാകട്ടെ, ലിബിയയിലാകട്ടെ, അവിടെയെല്ലാം ഈ വിമാനം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 37,600 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ ഒരു വിമാനം കേവലം ഒരു ടാങ്കർ അല്ല, സൈനികരെയും യുദ്ധ സാമഗ്രികളെയും അതിവേഗം യുദ്ധമേഖലകളിലേക്ക് എത്തിക്കുന്ന ഒരു കാർഗോ ഭീമൻ കൂടിയാണ്. ഇപ്പോൾ ഈ ഭീമനെയാണ് ഇറാന്റെ കരുത്തുറ്റ നീക്കങ്ങളിലൂടെ ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു യന്ത്രം നിശ്ചലമാകുമ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വെറും ഒരു പക്ഷികളെ പോലെ ചിറകറ്റു വീഴുന്നു എന്നതാണ്. ഇറാന്റെ അതിർത്തിക്ക് സമീപം ഈ ഒരു വിമാനം തകരുന്നതിലൂടെ അമേരിക്കയുടെ എയർ സുപ്പീരിയേറ്ററി എന്ന വാദം വെറും ഒരു പാഴ്വാക്കായിട്ട് മാറുകയാണ്. ഇറാൻ ഇന്ന് പഴയ ഇറാനല്ല. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യ കൊണ്ട് ഇറാൻ കെട്ടിപ്പടുത്തത് തകർക്കാനാകാത്ത ഒരു പ്രതിരോധ കോട്ടയാണ്. പേർഷ്യൻ ഗൾഫിലെ ഓരോ നീക്കവും ഇറാന്റെ ഇലക്ട്രോണിക് നിരീക്ഷണ പരിധിയിലാണുള്ളത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും. എന്തായാലും അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള റഡാറുകൾ ഇറാൻ വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. KC-135 എന്ന വിമാനം തകരുകയോ അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് അതൊരു കേവലം ഒരു വിമാനത്തിന്റെ നഷ്ടമല്ല, മറിച്ച് മേഖലയിലെ അവരുടെ ഓരോ സൈനിക ഓപ്പറേഷനുകളും മാസങ്ങളോളം പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇനി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ഗൾഫ് ആകാശത്ത് ഇന്ധനം നൽകാൻ ആളില്ലാതായാൽ ആ ഒരു യുദ്ധവിമാനങ്ങൾ വായുവിൽ നിശ്ചലമാകും. ഇതാണ് ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശത്രുവിനെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ വലിയ തന്ത്രം ശത്രുവിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഘടകങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. എന്തായാലും ഈ പോരാട്ടത്തിന് ഒരു ചരിത്രമുണ്ട്. 2020 ഭീരുവായിട്ടുള്ള അമേരിക്കൻ ഭരണകൂടം ജനറൽ ഖാസിം സുലൈമാനിയെ വഞ്ചനാപരമായിട്ട് വധിച്ചപ്പോൾ ഇറാൻ ലോകത്തോട് ഒരു കാര്യം പറഞ്ഞിരുന്നു: മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കയെ തൂത്തറിയും എന്നുള്ളത്. ആ വാക്ക് ഇറാൻ പാലിക്കുകയാണ്. ഈ ഒരു വർഷം മാർച്ചിൽ പടിഞ്ഞാറൻ ഇറാഖിൽ വെച്ച് മറ്റൊരു KC-135 വിമാനം തകർക്കപ്പെട്ടപ്പോൾ ഇത് ഇറാന്റെ പിന്തുണയിലുള്ള പോരാളികൾ ഏറ്റെടുത്തത് വെറുതെയല്ല. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഓരോന്നും ഇപ്പോൾ ഭീതിയിലാണ്. അതായത് അമേരിക്ക കൊണ്ടുവരുന്ന യുദ്ധവിമാനങ്ങൾ പലതും ഇപ്പോൾ ഇറാന്റെ ഈ കരുത്തിന് മുന്നിൽ പിടഞ്ഞു വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, UAE അൽ ഭദ്രയിലായാലും സൗദിയിലെ സൈനിക താവളമായാലും അവിടെയുള്ള ഓരോ അമേരിക്കൻ സൈനികനും അറിയാൻ തങ്ങൾ ഇപ്പോൾ ഇറാന്റെ നിഴലിലാണ് എന്നുള്ളത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങളുമുണ്ട്. അമേരിക്കയുടെ മാക്സിമം പ്രഷർ നയം പരാജയപ്പെട്ടിരിക്കുകയാണ്.
ഇറാനിൽ ജനതയെ പട്ടിണിക്കിട്ട് മുട്ടുകുത്തിക്കാമെന്ന ഡൊണാൾഡ് ട്രംപിന്റെയും കൂട്ടരുടെയും മോഹങ്ങൾ കരിഞ്ഞു പോയിരിക്കുകയാണ്. പകരം ഇറാൻ കൂടുതൽ കരുത്തായി ആയുധങ്ങൾക്കായിട്ട് റഷ്യയോ ചൈനയോ മാത്രം ആശ്രയിക്കാതെ സ്വന്തം ഡ്രോണുകളും മിസൈലുകളും ഇറാൻ നിർമ്മിക്കുകയാണ്. യമനിലെ ഹൂത്തികൾ മുതൽ ലെബനനിലെ ഹിസ്ബുള്ള വരെ ഇറാന്റെ പ്രതിരോധ നിരയുടെ ഭാഗമായിട്ട് കൂടുമ്പോൾ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ആകാശത്ത് KC-135 പോലുള്ള ഭീമന്മാർ വീഴുമ്പോൾ അതിന്റെ ഈ ഒരു സഖ്യത്തിന്റെ വിജയമായിട്ടാണ് ലോകം കാണുന്നത്. മാത്രമല്ല അമേരിക്ക എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും KC-135ന്റെ ഈ ഒരു അപ്രതീക്ഷിതമാകൽ അവരുടെ തകർച്ചയുടെ ആരംഭമാണ്. ആകാശത്ത് ആധിപത്യം സ്ഥാപിച്ച് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരം കവരാമെന്ന വ്യാമോഹത്തിന് കാലം നൽകുന്ന തിരിച്ചടി കൂടിയാണിത്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം വ്യക്തമാണ്. ഞങ്ങളുടെ അതിർത്തികളിലേക്ക് വരരുത്, ഞങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കരുത്. പേർഷ്യൻ ഗൾഫിലെ ശാന്തമായിട്ടുള്ള തിരമാലകൾക്ക് മുകളിൽ ഇപ്പോൾ പുകയുന്നത് ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ്. അവിടെ അധിനിവേശക്കാർക്ക് സ്ഥാനമില്ല. KC-135 വിമാനത്തിന്റെ തിരോധാനത്തിലൂടെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ചിറകുകൾ അരിയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും മേഖലയിൽ സമാധാനം പുലരണമെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് ആകാശത്തും ഭൂമിയിലും രക്ഷയില്ലാത്ത അവസ്ഥ വരണം. ആ ദിനങ്ങളിലേക്കാണ് ഇറാൻ ലോകത്തെ നയിക്കുന്നത്. അതിനായിട്ട് ഇറാൻ കാത്തിരിക്കുകയാണ്. അധിനിവേശ മോഹങ്ങൾക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. അമേരിക്കൻ ഭീമൻ എവിടെ പോയി എന്ന ചോദ്യത്തിന് പെന്റഗണിന്റെ പക്കൽ ഉത്തരമില്ലായിരിക്കാം. പക്ഷേ ഇറാന്റെ ചങ്കൂറ്റത്തിന് മുന്നിൽ അവരുടെ ആധുനിക യന്ത്രങ്ങൾ വെറും കളിപ്പാട്ടങ്ങളായിട്ട് മാറുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇനി പ്രതിരോധത്തിന്റെ പുതിയൊരു ചരിത്രം ഇവിടെ കുറിക്കപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര വലിയ വെല്ലുവിളികൾ നടത്തി, എത്ര വലിയ വീരവാദങ്ങൾ മുഴക്കി, വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയാണ് ഫെബ്രുവരി 28-ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു യുദ്ധം തുടക്കം കുറിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ചതിയിലൂടെ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഒരു സംയുക്ത ആക്രമണം നടത്തി. ഇന്ന് അമേരിക്കയുടെ അവസ്ഥ എന്താകുന്നു? ദാരിദ്ര്യത്താൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം അവർ താണിരിക്കുകയാണ്. ഇനി പിച്ചച്ചട്ടി അടിക്കേണ്ടി വരുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്ത് വേണം? ജനങ്ങളുടെ സുരക്ഷ ഒന്നും നോക്കാതെ എങ്ങനെയെങ്കിലും അധികാരമോഹവും അതുപോലെ തന്നെ ഈ പറയുന്നത് അവരുടെ എണ്ണപ്പാടങ്ങളും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്ക ഈ നടത്തിയ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ തലയ്ക്ക് തന്നെ തിരിച്ചടിക്കുകയാണ്. ഒരിക്കലും വെനസ്വലയോ ഇറാഖിനോ ഒക്കെ നടത്തിയതുപോലെ ഒരു യുദ്ധം ഇറാനെ നടത്തി ഇറാൻ പിടിച്ചെടുക്കാം എന്ന് കരുതിയെങ്കിൽ അവിടെ അമേരിക്കയ്ക്ക് തെറ്റി. അത് ഇറാഖും വെനസ്വലയോ ഒന്നും അല്ല, അത് ഇറാനാണ്. ഇറാന് ഒരിക്കലും തളർത്താനോ തകർക്കാനോ കഴിയില്ല എന്നത് ഇറാൻ പല തവണയും തെളിയിച്ചിട്ടുള്ളതാണ്. യുദ്ധത്തിൽ പരിചിതരായിട്ടുള്ള ആളുകളാണ് ഇറാനിലുള്ളത്. അവരെന്ത് വന്നാലും ശരി, സൈനികർ മാത്രമല്ല ആ ജനത ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തത് അമേരിക്ക ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന പരിപാടിയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്ക ആദ്യം തൊട്ടേ പറഞ്ഞതായിരുന്നു അവിടുത്തെ ഭരണം ഞങ്ങളുടെ കീഴിലായിരിക്കും, അതുപോലെ തന്നെ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവർ കൂടുതൽ മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ അമേരിക്ക പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്ക അത്തരം വാക്കുകളൊന്നും തന്നെ പറയുന്നില്ല എന്നത് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നാണക്കേട് സഹിക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ചടിക്കുമെന്നുള്ള രീതികളിലൊക്കെ പറഞ്ഞു കുറെ തവണ ഈ പേടിപ്പിച്ച് അവസാനം അവർ കയറി ആക്രമിച്ചപ്പോൾ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു യുദ്ധവിമാനങ്ങൾ കാണാതാകുന്നു. അമേരിക്ക മിണ്ടുന്നില്ല, ട്രംപ് മിണ്ടുന്നില്ല, ട്രംപിന്റെ വാ പൂട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇതിലൊന്നും ഉത്തരം പറയാൻ അവർക്ക് കഴിയുന്നില്ല. അത്രയേറെ ഷോക്കിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത്. എന്തായാലും ഇതിനിടയിൽ മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട്, അത് വളരെ നിർണായകമാണ്. അതായത് ഇറാനെതിരെ നടന്നു വന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ആക്രമണ നടപടികൾ അമേരിക്ക അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തിയായതായിട്ടും ഇനി ആക്രമണത്തിനില്ല എന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒറ്റ കാര്യമാണ്, അമേരിക്ക ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കാരണം യാതൊരു നിവൃത്തിയുമില്ലാതെ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഈ യുദ്ധവിമാനങ്ങൾ കാണാതായതോടെ ഇനി വേറെ വഴിയൊന്നും അമേരിക്കയ്ക്കില്ല, ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ സകലതും ഇല്ലാതെയാകും, സകലതും ഭസ്മമാവും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ഒരു സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. നിലവിൽ അമേരിക്ക പ്രതിരോധ
പ്രതിരോധ ഘട്ടത്തിലേക്ക് കടന്നതായിട്ടാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന പ്രഖ്യാപനത്തിന് അമേരിക്ക തയ്യാറായിട്ടില്ല എങ്കിലും വിദേശകാര്യമന്ത്രി ഇക്കാര്യം പറയുന്നുണ്ട്. ഇറാൻ തിരിച്ചടിക്കാൻ മുതിർന്നാൽ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു, എത്രത്തോളം അത് നടക്കുമെന്നുള്ളത്. ആക്രമണങ്ങൾ അവസാനിപ്പിച്ച പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിലാണ് അമേരിക്ക ഇനി പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സുപ്രധാനമായിട്ടുള്ള ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സഹകരിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. മേഖലയിലെ പ്രതിരോധ നീക്കങ്ങൾ ശക്തമായിട്ട് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ ഇതിലെല്ലാം ഇറാൻ ഒറ്റ വാക്കേ ഉള്ളൂ പറയാൻ ഉള്ളത്: ഞങ്ങൾ വെക്കുന്ന ഉപാധികൾ അത് നിങ്ങൾ ശരിവെക്കണം, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ തുറക്കും എന്നുള്ള അതേ നിലപാട് തന്നെയാണ് ഇറാന് പറയാനുള്ളത്.